പരീക്ഷണങ്ങളുടെയും വേദനയുടെയും വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹത്തിന്റെയും ജീവിച്ചിരുന്ന ഇതിഹാസമായിരുന്നു ആൽഫ്രഡ് നോബൽ. ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ച അദ്ദേഹം പ്രശസ്തനായ കെമിസ്റ്റും എഞ്ചിനീയറും കൂടിയാണ്. ബോഫോഴ്സ് എന്ന ആയുധ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥനുമായിരുന്നു അദ്ദേഹം. സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനിയായിരുന്ന ബോഫോഴ്സിനെ ആയുധ നിർമ്മാണ മേഖലയിലേക്ക് തിരിച്ചത് ആൽഫ്രഡ് നോബലായിരുന്നു. ഡൈനാമിറ്റിന്റെ കണ്ടുപിടുത്തം നോബലിനെ കോടീശ്വരനാക്കി. അദ്ദേഹം തന്റെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്നുമാണ് ഇന്ന് നോബൽ സമ്മാനങ്ങൾ നൽകപ്പെടുന്നത്. 1833 ഒക്ടോബർ 21 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇമ്മാനുവൽ നോബലിന്റെയും ആന്ദ്രേറ്റ അൽഷലിന്റെയും മൂന്നാമത്തെ ആൺകുട്ടിയായാണ് ആൽഫ്രഡ് പിറന്നത്. റോബർട്ട്, ലുഡ്വിഗ്, എമിൽ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ആൽഫ്രഡിന്റെ അച്ഛൻ ഇമ്മാനുവൽ എഞ്ചിനീയർ ആയിരുന്നു. നൂതന മാർഗങ്ങളിലൂടെ പുതിയ പുതിയ കെട്ടിടങ്ങളും പാലങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ആൽഫ്രഡിനെ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആക്കുകയായിരുന്നു ഇമ്മാനുവലിന്റെ പ്രധാന ലക്ഷ്യം. ഉപരിപഠനത്തിനായി ഇമ്മാനുവൽ ആൽഫ്രഡിനെ പാരീസിലേക്ക് അയച്ചു. ആൽഫ്രഡിന്റെ ജീവിതത്തിന് പ്രധാന വഴിത്തിരിവായി മാറിയത് അവിടെയായിരുന്നു. പാരീസിൽ പ്രശസ്ത കെമിക്കൽ എഞ്ചിനീയറായ TJ പെലോസിന്റെ സ്വകാര്യ ലബോറട്ടറിയിലെ ജോലി ആൽഫ്രഡിനെ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പുതിയ മാനങ്ങൾ നേടിക്കൊടുത്തു. പെലോസിന്റെ ലാബിൽ തന്നെ ജോലി ചെയ്തിരുന്ന അസ്കാനിയ സൊബ്രറോയായുള്ള സഹവാസം ഒരു പുതിയ യുഗത്തിന് തുടക്കമായിരുന്നു. ഇറ്റലിക്കാരനായിരുന്ന സൊബ്രറോ നൈട്രോഗ്ലിസറിൻ എന്ന ഉഗ്രസ്ഫോടന ദ്രാവകം കണ്ടെത്തിയ ആളായിരുന്നു. നൈട്രോഗ്ലിസറിന്റെ പരീക്ഷണങ്ങൾ വളരെയധികം അപകടകരമായിരുന്നു. എന്നാൽ ആൽഫ്രഡ് ഈ ദ്രാവകത്തിൽ വളരെയധികം താല്പര്യം കണ്ടെത്തി. കെട്ടിട നിർമ്മാണ മേഖലയിൽ നൈട്രോഗ്ലിസറിൻ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളൊക്കെയും. നൈട്രോഗ്ലിസറിനെ സുരക്ഷിതമായ സ്ഫോടന വസ്തുവായി മാറ്റാനുള്ള ആൽഫ്രഡിന്റെ അടങ്ങാത്ത അഭിനിവേശം ഒരിക്കൽ ഒരുപാട് ആളുകളുടെ മരണത്തിനിടയാക്കി. അതിലൊരാൾ ആൽഫ്രഡിന്റെ ഇളയ അനുജൻ എമിലായിരുന്നു. അതിന്റെ പ്രത്യാഘാതമായി സ്വീഡൻ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ സ്റ്റോക്ക്ഹോം നഗരത്തിന്റെ പുറത്തു മാത്രമാക്കി വിലക്കേർപ്പെടുത്തി. 1866 ശുദ്ധമായ മണൽ ചേർത്ത് നൈട്രോഗ്ലിസറിനെ സോളിഡ് സ്റ്റേജിൽ സൂക്ഷിച്ചാൽ വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഡൈനാമിറ്റ് എന്ന പേരിൽ പുതിയ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം പേറ്റന്റ് നേടി. ഡൈനാമിറ്റിന്റെ കണ്ടെത്തൽ ആൽഫ്രഡിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. നിർമ്മാണ മേഖലയിലും മൈൻസിലും ഡൈനാമിറ്റ് അവിഭാജ്യ ഘടകമായി മാറി. വലിയ ക്വാറീസിലും മൈൻസിലും നിഷ്പ്രയാസം സുരക്ഷിതമായി പൊട്ടിത്തെറിപ്പിക്കാൻ ഡൈനാമിറ്റ് ഉപയോഗിച്ചു. നൈട്രോഗ്ലിസറിന്റെ സ്ഫോടക വസ്തുക്കൾ രാജ്യാന്തര തലത്തിൽ തന്നെ ആവശ്യക്കാർ സൃഷ്ടിക്കപ്പെട്ടു. ഏകദേശം 20 രാഷ്ട്രങ്ങളിലായി 90-ൽ പരം ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. നോബൽ കുടുംബം സമ്പന്നതയുടെ കൊടുമുടിയിലെത്തി. ആൽഫ്രഡ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. തന്റെ മഹത്തായ കണ്ടുപിടുത്തം സൈനിക മേഖലയിലും രാഷ്ട്രാന്തര കുടിപ്പകയിലും പെട്ട് നിരവധി മനുഷ്യ ശരീരങ്ങൾ ചിതറിപ്പോകുന്ന ദാരുണ ചിത്രങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. തന്റെ കണ്ടുപിടുത്തം ഒരു ജനതയുടെ നാശം സൃഷ്ടിക്കുന്നത് കണ്ട അദ്ദേഹം അവസാന കാലങ്ങളിൽ വേദനയോടുകൂടി സന്യാസതുല്യമായ ജീവിതമാണ് നയിച്ചത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.